എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ആഫ്റ്റർനൂണാണ് വർക്ക് കേട്ടോ. അപ്പോൾ ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലത്തെ കുറച്ച് റുട്ടീനെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം. ഒരു വർക്കിംഗ് ഡേ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം 5:30 പോകണം. അപ്പോൾ ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഒരു ദിവസം എങ്ങനെയാണ് എൻ്റെ വർക്കിംഗ് ഡേ എന്നൊന്ന് കാണാം കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. അത് എനിക്ക് ഡിഷ് വാഷിൽ തലേന്ന് കഴുകി വെച്ച കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഉച്ചയ്ക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻഡോർ പ്ലാന്റ് ഞാനൊന്ന് ഡോറിൻ്റെ അവിടെ അടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കും കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. നല്ല തണുപ്പാണ് വെളിയിൽ, ഇത്രയും വെയിൽ വരുന്നെങ്കിൽ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊരു അവിയലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇന്ന് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിയലിൻ്റെ കഷ്ണങ്ങൾ കുറേ ദിവസമായി ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഞാൻ ഒക്കെ അരിഞ്ഞു അടുപ്പിൽ വേവിക്കാൻ വെച്ചു. ഇപ്പം അവിയലിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ കുക്ക് ചെയ്താലും കുറച്ച് തോനെ കുക്ക് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ 1-2 പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. കാരണം ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് കുക്കിംഗ് പറ്റത്തില്ല. അപ്പം ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് 1-2 കറികൾ വെച്ചാൽ മതി കേട്ടോ. അത് എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, നാട്ടിലും അങ്ങനെ ആയിരിക്കും. അപ്പം നമുക്ക് കുറച്ച് എളുപ്പമാണ്. അല്ലാതെ ഒരു ദിവസം തന്നെ എല്ലാം വെക്കാൻ നമുക്ക് പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ. കാരണം നമുക്ക് ഇവിടെ ആരും ഇല്ലല്ലോ ഹെൽപ്പിനൊന്നും, അതാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ കടുക് താളിക്കാനൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ കാണിക്കുന്നില്ല, ചടപടയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു മോര് കറി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഫ്രിഡ്ജിൽ സാമ്പാർ ഇരിപ്പുണ്ട്, എങ്കിലും 1-2 കറികൾ ഇങ്ങനെ വെക്കും കേട്ടോ സമയമുള്ളപ്പോൾ. അപ്പോൾ മോരിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്ത് അരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തേങ്ങ കിട്ടും, നമുക്ക് ശരിക്കും തേങ്ങയായിട്ട് തന്നെ കിട്ടും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ വാങ്ങിക്കും, എന്നിട്ട് പൊട്ടിച്ച് തിരുവി സിപ്പ് ലോക്കിലാക്കി വെക്കും എളുപ്പത്തിനായിട്ട്, പെട്ടെന്ന് എടുത്ത് വെക്കാൻ വേണ്ടി. കാരണം രാവിലെയൊക്കെ തിരുവിയൊക്കെ വെക്കാൻ സമയമില്ല, അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ നാട്ടിലൊക്കെ നമ്മൾ ഫ്രഷായിട്ട് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഫ്രോസൺ ഇങ്ങനെ ഷ്രെഡ് ചെയ്ത തേങ്ങ വാങ്ങിച്ച് വെക്കാറുമുണ്ട്. എപ്പോഴും നമുക്ക് ഇങ്ങനെ ഫ്രഷ് തേങ്ങ കിട്ടത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. കാരണം ചില സമയം നമ്മൾ തേങ്ങ വാങ്ങിച്ചിട്ട് വന്ന് പൊട്ടിക്കുമ്പോഴത്തേക്കും അഴുകിയതായിരിക്കും, നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എപ്പോഴും ബാക്കപ്പിനായിട്ട് ഞാൻ ഫ്രോസനും കൂടെ വാങ്ങിച്ചിട്ടേക്കും. അങ്ങനെ ഞാൻ മോര് കറിയും ഒക്കെ തട്ടിക്കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ജോലി ഇല്ലാത്ത ദിവസം എനിക്ക് ഇല്ലാത്ത ദിവസം ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങും കേട്ടോ. എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് രാവിലെ. അപ്പോൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു നേരം ആവും കേട്ടോ. പിന്നെ അങ്ങോട്ട് ചടപടാന്നും പറഞ്ഞ് ധൃതി പിടിച്ച് അങ്ങോട്ട് കുക്കിങ്ങാണ്. കാരണം ഇതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് ഒക്കെ പോകുമ്പോഴത്തേക്കും സമയമാവും കേട്ടോ. എപ്പോഴും വിചാരിക്കും നേരത്തെ പോകണമെന്ന്, പക്ഷെ നടക്കത്തില്ല. അപ്പം ഞാനൊരു ഫിഷ് കറിയും കൂടെ വെക്കുകയാണ് കേട്ടോ. ആവൂലി കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പം വിചാരിച്ചാൽ അതും. അവസാനം വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാം മഞ്ഞക്കറിയായിപ്പോയി. മോര്, അവിയൽ, പിന്നെ ഫിഷ് കറി എല്ലാം മഞ്ഞ ആയിപ്പോയി. പിന്നെ കുഴപ്പമില്ല, ഫ്രിഡ്ജിലിരിപ്പുണ്ട് സാമ്പാറൊക്കെ. അങ്ങനെ ചോറും ഒക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഒരു ഷർബത്ത് ഉണ്ടാക്കിയാണ്. ഷർബത്ത് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് കുടിച്ചപ്പോൾ സൂപ്പറായിരുന്നു. പാലുമൊക്കെ ഒഴിച്ചിട്ട് കശകശൊക്കെ ഇട്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ പൈനാപ്പിളും നമ്മുടെ ഏത്തക്കയൊക്കെ അരിഞ്ഞതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുഷ് സിറപ്പും കൂടെ ചേർത്തതാണ്. ഈ കുഷ് സിറപ്പ് എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ രാമച്ചമില്ലേ, രാമച്ചത്തിൻ്റെ സിറപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് കുടിക്കുമ്പോൾ ആ രാമച്ചത്തിൻ്റെ ഫ്ലേവർ നമുക്കറിയാൻ പറ്റും. സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും ഇത്. അപ്പം നമ്മളിതിൽ വേറെ പ്രത്യേകിച്ച് ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, അതിൽ ആ സിറപ്പിലുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ പ്ലാന്റൊക്കെ തിരിച്ച് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടി വിയിൽ എന്തോ ഏഷ്യാനെറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു, നാട്ടിലെന്തോ ആരും മരിച്ചതോ കുട്ടി മരിച്ചതോ അങ്ങനെ എന്തോ ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതൊന്ന് വാച്ച് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ സിറപ്പും ഈ ഷർബത്തും കുടിച്ചുകൊണ്ട്, ഇവിടെ വേറെ ആരും കുടിക്കാറില്ല. അങ്ങനെ പിന്നെ ഫ്രിഡ്ജിലിരുന്ന കറികളും പിന്നെ കുക്ക് ചെയ്തതും എല്ലാം കൂടെയൊക്കെ പുറത്തെടുത്തു ഒക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ 2-3 ദിവസം മുമ്പ് കടുമാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത് കേട്ടോ. കടുമാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നെ അവിയലിൽ തന്നെ കുറച്ചെടുത്ത് നമ്മൾ ഇത് കണക്ക് മാറ്റി വെക്കും കേട്ടോ. ഇത് തണുത്തിട്ട് അത് കണക്കങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. കാരണം ഇതിന്ന് കുറേശ്ശെ എടുക്കാനല്ലാതെ നമ്മൾ തവിയിട്ട് ഇളക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് എൻ്റെ സിസ്റ്ററിന് കൊടുക്കാൻ വേണ്ടി മോരും അവിയലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അറിയാമല്ലോ അവിടുത്തെ വീണ്ടും ക്ലീനിങ്ങാണ്. ഇപ്പോൾ ഇതിൽ കാണിക്കുമ്പോൾ നമ്മളെല്ലാം കാണിക്കുന്നില്ല, പക്ഷെ നല്ല പണിയാണ് പാത്രം കഴുകലും ക്ലീനിങ്ങും. കാരണം നമ്മൾ ഈ വെജിറ്റബിളൊക്കെ അരിയുമ്പോൾ അവിടെ മൊത്തം ആവില്ലേ, അങ്ങനെ പിന്നെ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അടുപ്പിലും ഇത് കണക്ക് എല്ലാം വീഴുകയൊക്കെ ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും ഉടനെ തന്നെ ഉടനെ അങ്ങ് ക്ലീൻ ചെയ്താൽ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതിൽ വാഷിംഗ് മെഷീനിൽ തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓടി വന്ന് അതെടുത്ത് ഡ്രയറിലോട്ടൊന്ന് ഇടാൻ പോവുകയാണ്. എന്നിട്ട് അടുത്ത ട്രിപ്പ് ഇടണം. അപ്പോൾ നമ്മളെപ്പോഴും വീക്കെൻഡ്സിലാണ് നമ്മളിവിടെ തുണി കഴുകാറ്. അപ്പോൾ ഒരു 4 ലോഡെങ്കിലും ഉണ്ടാവും. കുട്ടികളുടേത് അവർ പ്രത്യേകിച്ച് അവർ തന്നെ ചെയ്യും കേട്ടോ. പക്ഷെ നമ്മൾ എല്ലാ ആഴ്ചയും ബെഡ്ഷീറ്റും ടവലും ഒക്കെ മാറ്റുന്നുണ്ട്. നമുക്ക് ഒരു 4 ലോഡെങ്കിലും മിനിമം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ മാറ്റിയിരുന്നത്. സാധാരണ ഇത് ഹസ്ബൻഡാണ് സാധാരണ ലോണ്ട്രി ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ പുറത്തോട്ടൊന്ന് പോയി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ തന്നെ അങ്ങ് മാറ്റിയിട്ടതാണ് ഓർത്തപ്പോഴത്തേക്കും. അങ്ങനെ അതല്ല, വീക്ക് ഡേയ്സിലാണ് നമ്മൾ തുണി വാഷ് ചെയ്യുന്നതെങ്കിൽ അത് 7 മണിക്ക് ശേഷം നമുക്ക് കറണ്ട് ആവത്തില്ല, ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ 7 മണിക്ക് ശേഷം ചെയ്യണം, അതല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ചെയ്യണം. അപ്പോൾ വീക്കെൻഡ്സ് ഫ്രീ ആണ്. മിക്കവാറും വീക്കെൻഡ്സിൽ ചെയ്യുന്നവരുണ്ട്. പിന്നെ ചില ആൾക്കാർ സൗകര്യം പോലെയൊക്കെ ചെയ്യും അങ്ങനെ. അപ്പോഴതും കൂടെയൊക്കെ ഒന്ന് ഇട്ട് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് അതവിടെ കിടന്ന് അടിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട് എല്ലാ ദിവസവും രാവിലെ പിന്നെ തന്നെ ഈ ജോലിക്കൊക്കെ പോയാലും ശരി പോയില്ലെങ്കിലും ശരി ഒരു 2-3 പ്രാവശ്യം ഫുള്ള് തൂക്കുന്നതിന് പകരം ഞാൻ അവിടെ എങ്ങും വാക്യൂം ചെയ്യും. തൂത്തെടുക്കണമെങ്കിൽ കുറേ സമയം വേണം. അപ്പോൾ വാക്യൂം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാക്യൂം ചെയ്യും. വാക്യൂം ചെയ്തപ്പോഴാണ് നോക്കിയപ്പോൾ എൻ്റെ ഇൻഡോർ പ്ലാന്റിൽ ആയിട്ട് വെച്ചിരിക്കുന്ന മണി പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതെല്ലാം വാടി കിടക്കുന്നു. നോക്കിയപ്പോൾ വെള്ളമില്ല കേട്ടോ. കാരണം ഇപ്പം തണുപ്പായതുകൊണ്ട് അകത്ത് ഹീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹീറ്റുള്ളപ്പം പെട്ടെന്ന് വെള്ളം അങ്ങ് ഡ്രൈ ആവും. പിന്നെ ഇത് ഒരു ബോൺസായി ആണ്. ഇത് മോള് വാങ്ങിച്ചതാണ്. ഇപ്പോൾ 2 വർഷം ആവും കേട്ടോ. അപ്പോൾ എപ്പോഴും അതിലും വെള്ളം ഒഴിക്കണ്ട. പക്ഷേ എങ്കിലില്ല, ഹീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടിയിലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ വെക്കും അതിൽ. അപ്പോഴതിൻ്റെ ഒരു നനവ് അതിലുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ആണ്. അങ്ങനെ ഇപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് കുളിക്കണം, എന്നിട്ട് ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് കാണാം കേട്ടോ. ഏതാണ്ട് പോകാറായി വരുന്നു. പിന്നെ ഫുഡ് കഴിക്കണം, ലഞ്ച് കഴിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങും. എനിക്ക് 3 o'clock ആകുമ്പോഴത്തേക്കും അങ്ങ് എത്തണം. അങ്ങനെ ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കേട്ടോ, ഈ വിളക്കുമൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ഉണ്ണണം, ചോറ് കൊണ്ട്. അങ്ങനെ ഞാൻ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ 2:30 തന്നെ ഞാൻ ഇറങ്ങണം, എങ്കിലേ ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു 2:45 3 o'clock എനിക്ക് കയറണം കേട്ടോ. അപ്പോൾ ഞാൻ പോണ വഴി പിന്നെ മോരും അവിയലും സിസ്റ്ററിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം പോവേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ധൃതി പിടിച്ച് ഇറങ്ങുന്നത്. പിന്നെ എന്താ, ഈ വെയിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നല്ല വെയിലാണ്, പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്. തണുപ്പായി 2 ദിവസത്തിനുള്ളിൽ സ്നോ വീഴും. ഇതിപ്പോൾ ഞാൻ ഒരു 2-3 ദിവസമായി ഈ വീഡിയോ എടുത്തിട്ട്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനിപ്പം വോയിസ് ഓവർ കൊടുത്ത സമയത്ത് ഓൾറെഡി ഇന്നലെ സ്നോ വീണിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർനൂൺ വർക്ക് ചെയ്യുമ്പം ചടപടയെന്നുള്ള ഒരു ധൃതിയും ഇതൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സി യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.